നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇറാൻ തീരത്തേക്ക് പോയ ഓയിൽ ടാങ്കർ കപ്പൽ US സൈന്യം ആക്രമിച്ചെന്ന വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്നത്. കപ്പൽ നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചെന്നാണ് സെൻട്രൽ കമാൻഡ് വാദിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കവുമായി ഫ്രാൻസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഫ്രഞ്ച് വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗാളിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധക്കപ്പലുകളുടെ സംഘത്തെ ചെങ്കടലിൽ വിന്യസിച്ചിട്ടുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ തീരത്തേക്ക് പോയ കപ്പൽ ആക്രമിച്ച് US സൈന്യം. ഇറാൻ പതാക വഹിക്കുന്ന കപ്പലായ MT ഹസ്നയ്ക്ക് നേരെയാണ് US സേന ആക്രമണം നടത്തിയത്. കപ്പൽ നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചെന്നാണ് സെൻട്രൽ കമാൻഡ് വാദിക്കുന്നത്. ഓയിൽ ടാങ്കർ കപ്പലായ MT ഹസ്ന ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് US ഉപരോധം മറികടന്ന് ഇറാൻ തുറമുഖത്തേക്ക് എത്താൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. അമേരിക്കൻ ഉപരോധം മറികടക്കരുതെന്ന് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും പാലിച്ചില്ലെന്നാണ് US വാദിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ബുധനാഴ്ചയാണ് കപ്പൽ ആക്രമിച്ചത്. കപ്പലിന്റെ എഞ്ചിൻ ഭാഗം ലക്ഷ്യം വെച്ചാണ് അമേരിക്കൻ സൈന്യം വെടിയുതിർത്തത്. ഇതിനെ തുടർന്ന് MT ഹസ്ന കപ്പൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം പ്രവർത്തനരഹിതമായി. എന്നാൽ കപ്പലിലുണ്ടായിരുന്ന ആർക്കെങ്കിലും പരിക്കേറ്റതായോ അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് എണ്ണ ചോർന്നുണ്ടായോ ആയ നിലവിൽ റിപ്പോർട്ടുകൾ ലഭ്യമല്ല. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർണായക നീക്കവുമായി ഫ്രാൻസ്. ഇതിന്റെ ഭാഗമായി ഫ്രഞ്ച് വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗാളിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധക്കപ്പലുകളുടെ സംഘത്തെ ചെങ്കടലിൽ വിന്യസിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധങ്ങൾ നീക്കുന്നതിനും കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനും അമേരിക്കയും ഇറാനും തമ്മിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. ബ്രിട്ടനുമായി ചേർന്ന് ഫ്രാൻസ് തയ്യാറാക്കിയ ഈ സുരക്ഷാ ദൗത്യത്തിൽ പങ്കുചേരാൻ 12ഓളം രാജ്യങ്ങൾ ഇതിനോടകം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാന്റെ കപ്പലുകൾക്ക് സുരക്ഷിത പാത അനുവദിക്കും. പകരം ആണവ പരീക്ഷണങ്ങൾ, മിസൈൽ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകണമെന്നാണ് ഫ്രാൻസ് ആവശ്യപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അമേരിക്ക പിൻവലിക്കണമെന്നും ചർച്ചകളിൽ ഏർപ്പെടാമെന്ന് ഇറാന്റെ ഉറപ്പ് സ്വീകരിക്കണമെന്നും ഫ്രാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉപാധികൾ അംഗീകരിക്കപ്പെട്ടാൽ ചരക്കു കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ബഹുരാഷ്ട്ര സേനയെ വിന്യസിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി ഇറാൻ. ആണവ പദ്ധതിയും ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരവും സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായം ഇറാൻ അറിയിച്ചു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ചർച്ചാ വിഷയമേ അല്ലെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി. നിലവിൽ തങ്ങളുടെ പക്കലുള്ള ഉന്നത നിലവാരത്തിലുള്ള യുറേനിയം ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് കൈമാറില്ലെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. തുടക്കം മുതലേ സമാധാന ചർച്ചകളിലെ ഏറ്റവും വലിയ തർക്ക വിഷയമായിരുന്നു ഇത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരം സംബന്ധിച്ചും ഇറാൻ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഓരോ കപ്പലിനും ഇറാൻ പുതിയ പ്രോട്ടോകോളും നിയന്ത്രണ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് നേവിയിൽ നിന്ന് മുൻകൂട്ടി അനുമതി വേണം. കൂടാതെ കപ്പലുകൾ കടന്നുപോകുന്നതിന് IRGC നേവിക്ക് നിശ്ചിത തുക ഫീസായി നൽകണമെന്ന കർശന നിർദ്ദേശവും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിലവിലുണ്ട്. ഇറാനുമായുള്ള ബന്ധത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രയേൽ സജ്ജമാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എല്ലാ സാധ്യതകളെയും നേരിടാൻ തയ്യാറെടുക്കാൻ സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യം അതീവ ജാഗ്രതയിലാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന്റെ തുടക്കത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ സംസാരിക്കവെയാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത്. സുഡാനിലെ കാർട്ടൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ UAEയുടെ ഡ്രോണുകളും ഉപയോഗിച്ചെന്ന സുഡാന്റെ ആരോപണങ്ങൾ UAE നിഷേധിച്ചു. പോർട്ട് സുഡാൻ അതോറിറ്റി ബോധപൂർവം നടത്തുന്ന വ്യാജ പ്രചാരണമാണ് ഇതെന്ന് UAE വിദേശകാര്യ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്താനുമാണ് പോർട്ട് സുഡാൻ അതോറിറ്റി ശ്രമിക്കുന്നത് എന്ന്
UAE കുറ്റപ്പെടുത്തി. ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സമാധാന ശ്രമങ്ങളെ തകർക്കാൻ മാത്രമേ സഹായിക്കൂ. യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും യഥാർത്ഥ സമാധാന പ്രക്രിയയെ തടസ്സപ്പെടുത്താനുമാണ് ഇത്തരം ആരോപണങ്ങളിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും സുഡാനിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയിലെ ബിസിനസ് രംഗം യുദ്ധത്തിനിടെ ഏപ്രിൽ മാസത്തിൽ വളർച്ചയിലേക്ക് തിരിച്ചെത്തി. ക്രൂഡ് ഓയിൽ അല്ലാത്ത മേഖലകളിൽ ഏപ്രിൽ മാസത്തിൽ വളർച്ചയുണ്ടായി എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നത്. റിയാദ് ബാങ്കിന്റെ പ്രധാന സൂചിക മാർച്ചിലെ 48.8 നിന്ന് ഏപ്രിലിൽ 51.5 ഉയർന്നു. ആഭ്യന്തര ഉപഭോക്താക്കളുടെ ഡിമാൻഡ് കൂടിയതിനാൽ പുതിയ ഓർഡറുകൾ വേഗത്തിൽ വർദ്ധിച്ചു. എന്നാൽ വിദേശ ഓർഡറുകൾ ഇടിയുകയും ചെയ്തിട്ടുണ്ട്. ഷിപ്പിംഗിലെ വെല്ലുവിളികളാണ് ഇതിന് കാരണമായത്. മാർച്ചിൽ കുറഞ്ഞ ഉൽപാദനം ഏപ്രിൽ വീണ്ടും മെച്ചപ്പെട്ടു. 2 വർഷത്തിനിടെ ആദ്യമായി വാടകയ്ക്കെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രതീതി ബിസിനസ്സുകാർ പ്രതീക്ഷയിലാണെന്ന് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ കമ്പനി മേധാവികളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ ഏറെ ബാധിക്കുമെങ്കിലും സൗദി അറേബ്യയെ അത്രയ്ക്ക് ബാധിക്കില്ല എന്നാണ് അന്താരാഷ്ട്ര നാണയനിധി പറയുന്നത്. മറ്റു വഴികളിലൂടെ വ്യാപാരം തുടരാനും സ്വന്തം വ്യവസായം ശക്തമായി നിലനിർത്താനുമുള്ള കഴിവ് സൗദിക്കുള്ളതാണ് ഇതിന് കാരണം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സ്കൂൾ സമിതികളുടെ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് രക്ഷിതാക്കളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ നിയമിക്കണമെന്ന് മന്ത്രാലയം ശുപാർശ ചെയ്തു. സ്കൂൾ ഭരണത്തിൽ കമ്മ്യൂണിറ്റിയുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരിഷ്കാരം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് മാർഗരേഖ പുറത്തിറക്കിയത്. പുതിയ നിർദ്ദേശപ്രകാരം സ്കൂൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ സമിതിയുടെ മെമ്പർ സെക്രട്ടറി ആയിരിക്കും. സമിതിക്ക് കീഴിൽ അക്കാദമിക് കമ്മിറ്റി, സ്കൂൾ ബിൽഡിംഗ് കമ്മിറ്റി എന്നിങ്ങനെ 2 ഉപസമിതികളും ഉണ്ടായിരിക്കും. രൂപമാറ്റം വരുത്തിയ ബൈക്കുകൾ ഓടിക്കുന്നവരുടെ പേരിൽ ശക്തമായ നിയമ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും പോലീസും. വാഹന നിർമ്മാതാക്കൾ ഘടിപ്പിച്ച സൈലൻസറുകൾക്ക് പകരം പുതിയവ ഉപയോഗിച്ച് രൂപമാറ്റം വരുത്തുന്ന വാഹന ഉടമകൾക്കെതിരെയാണ് നിയമ നടപടി. തീ തുപ്പുന്നതും സ്ഫോടനമുണ്ടാക്കുന്നതുമായ വിധത്തിലുള്ള ബൈക്കുകൾ ഓടിക്കുന്നത് വർദ്ധിക്കുന്നുവെന്നാണ് അധികൃതരുടെ പക്ഷം. നിലവിലെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് മാറ്റം വരുത്തിയതിനാലാണ് സ്ഫോടനവും തീജ്വാലയും ഉണ്ടാകുന്നത്. ഇത് മറ്റു വാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ പ്രയാസപ്പെടുത്തുന്നതാണ്. പെട്രോൾ പമ്പുകൾ പോലുള്ള സുരക്ഷ ആവശ്യമുള്ള ഇടങ്ങളിൽ തീപിടുത്ത സാധ്യതയും വർദ്ധിക്കുന്നു. ശബ്ദമലിനീകരണവും മറ്റൊരു പ്രശ്നമാണ്. 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52, സെക്ഷൻ 109 എന്നിവ പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് വാഹനങ്ങളുടെ രൂപമാറ്റം വരുത്തൽ. നിലവിലെ നിയമപ്രകാരം വാഹന നിർമ്മാതാക്കളുടെ അടിസ്ഥാന ഘടനയിലോ പ്രധാന ഘടകങ്ങളിലോ അനധികൃതമായി മാറ്റം വരുത്താൻ പാടില്ല. റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനവും ശബ്ദ മലിനീകരണവും കൂടിയതാണിത്. കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന നിയമം 1989 റൂൾ 120 പ്രകാരവും ശബ്ദപരിധി ലംഘിക്കാൻ പാടില്ല. രാത്രികാലങ്ങളിൽ ഇത്തരം ബൈക്കുകൾ ഓടിക്കുന്നത് പലയിടത്തും പതിവായിട്ടുണ്ടെന്ന് സിറ്റി ട്രാഫിക് അധികൃതർ വ്യക്തമാക്കുന്നു. റെയിൽവേ ഗേറ്റ് അടക്കുന്നതിനിടെ വാഹനം ഓടിച്ചു കയറ്റുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. റെയിൽവേ ഗേറ്റുകൾ അടച്ചു തുടങ്ങുമ്പോഴോ അടച്ചു കഴിഞ്ഞോയുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ അപകടമുണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. റെയിൽവേയുടെ പരാതിയിൽ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് RTOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേ നൽകുന്ന പരാതിയിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകളിൽ പരാതി നൽകാൻ വൈകുന്നത് കേസ് റദ്ദാക്കാനുള്ള കാരണമാകരുതെന്ന് കേരള ഹൈക്കോടതി. മതിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. 11കാരിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ യുവാവിനെ കുറ്റക്കാരനായി കണ്ടെത്തിയ നടപടി ശരിവെച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2010 ഡിസംബർ 12 കേസിന് ആസ്പദമായ സംഭവം. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തത് 2011 ജനുവരി 4. പരാതി നൽകുന്നതിലുണ്ടായ കാലതാമസം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേസ് റദ്ദാക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. എന്നാൽ FIR രജിസ്റ്റർ ചെയ്തതിലുണ്ടായ താമസത്തിന് വ്യക്തമായ വിശദീകരണമുണ്ടെന്ന് കോടതി വിലയിരുത്തി.
സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചു. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 13,975 രൂപയും പവന് 1,11,800 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 11,485 രൂപയായി. പവന് 200 രൂപ വർദ്ധിച്ച് 91,880 രൂപയിലും എത്തി. വെള്ളി ഗ്രാമിന് 270 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം.